ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ഒരു സംഖ്യയുടെ 35% 260 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? ഇതിൻ്റെ ആദ്യം നമ്മളിപ്പോൾ അതിൻ്റെ ഒറിജിനൽ മെത്തേഡാണ് പറയുന്നത്. അതിന് ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്. രണ്ടും നമ്മൾ പറയും. അപ്പോൾ ആദ്യം നമ്മുടെ ഒറിജിനൽ മെത്തേഡ് പറയുകയാണ്. ആ ചോദ്യം ഒന്ന് വായിക്കുക. സംഖ്യയുടെ 35% എന്ന് പറയുമ്പോൾ നമ്മൾ സംഖ്യ എന്ന് പറയുന്ന ആൾ നമ്മൾ എക്സ് എന്ന് അങ്ങോട്ട് എടുക്കുക. സംഖ്യ ഈക്വൽ ടു എക്സ്. ഇനി എന്താ സംഖ്യയുടെ 35% എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 35%. എന്നിട്ട് അതിനോട് എത്ര കൂട്ടണം? 260 കൂട്ടണം. അപ്പോൾ എന്തിന് സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ സംഖ്യയുടെ എക്സിൻ്റെ 35% 260 കൂട്ടിയാൽ എക്സ് തന്നെ കിട്ടും, സംഖ്യ തന്നെ കിട്ടും. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ഈ 35ഉം 100 കൂടെ വേണമെങ്കിൽ ചെറുതാക്കാം. എത്ര? 5ൻ്റെ പട്ടികയിൽ. അപ്പോൾ മുകളിൽ 7 വരാം, താഴെ 20 വരാം. അപ്പോൾ 7x/20 പ്ലസ് 260 എക്സ്. നമുക്ക് 260 ഇവിടെ നിർത്തിയേക്കാം. അപ്പുറത്തൊരു എക്സ് ഉണ്ട്. ഈ പ്ലസ് 7x/20 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 7x/20 എന്നാവും. 260 അങ്ങനെയൊക്കെ തന്നെ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 20 ഇൻറ്റു എക്സ് എത്ര? 20x. 20x 7x പോയാൽ 13x/20 എന്ന് കിട്ടും. അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഇസിക്കൽ എത്രയായിരിക്കാം? അപ്പുറത്ത് 260 ഉണ്ട്. ഇൻറ്റു ഈ 13/20 അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞു വരും എത്ര? 20/13. 13 260 കൂടെ വെട്ടാം 2 തവണ. 13 2 26 20 അല്ലേ? അപ്പോൾ 20 ഇൻറ്റു 20 സംഖ്യ എത്ര? 400 നമ്മുടെ സംഖ്യ. ഈ ചോദ്യത്തിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ് പറയുന്നത്. ഈ മെത്തേഡിൽ തന്നെ ആയിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ എടുക്കുന്ന ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത്. ഒരു സംഖ്യയുടെ 35% 260 കൂട്ടിയാൽ, അപ്പം 35% ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം 35 എന്നുള്ളത് നമ്മളിവിടെ പറയണം കേട്ടോ. 35% എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം 100% ടോട്ടൽ പറയുക. അപ്പം 35% പറഞ്ഞ് മിച്ചം എത്രയുണ്ട്? ഇനി 65% എന്ന് വെച്ചാൽ 65/100. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ പറഞ്ഞിരിക്കുന്ന ശതമാനത്തിൻ്റെ അകത്തുനിന്ന് അല്ലേ, അപ്പോൾ അത് 100ൽ നിന്ന് കുറച്ചേക്കുക. മിച്ചമുള്ളതാണ് നമ്മുടെ റിമൈനിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ്. അതാണ് ആദ്യം 65% എഴുതി. ഇനി എത്ര കൂട്ടിയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 260 കൂട്ടിയാൽ. അപ്പോൾ ആ 260 എത്ര കൂട്ടിയാലെന്ന് പറയുന്നു അതങ്ങോട്ട് എഴുതുക. ഇൻറ്റു ഇട്ടിട്ട് ഈ 65/100 നേരെ തിരിച്ച് കാണിച്ചാൽ മതി. എത്ര? 100/65. 65ഉം 260 കൂടെ 4 തവണ വെട്ടിപ്പോവും. 4 ഇൻറ്റു 100 എത്രയാണ്? 400. അപ്പം നമ്മുടെ സംഖ്യ 400 ആണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒരു 3 ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 20% 320 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 45% 385 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 10% 81 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? 3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക.